നമസ്കാരം. ഗസയെ പൂർണ്ണമായും തകർത്തതിനു ശേഷം ലബനന് നേരെ തിരിയുകയാണ് ഇസ്രായേൽ. വോക്കി ടോക്കി പേജർ ആക്രമണങ്ങൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ ബെയ്റൂത്തിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. വിവിധയിടങ്ങളിലായി ഇപ്പോഴും ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളും മറ്റു പല നിലക്കുള്ള ആക്രമണങ്ങളും തുടരുകയാണ്. ഇപ്പോൾ ഹമാസിനെയും ഗസയെയും ആക്രമിച്ചൊടുക്കിയതിന് പിന്നാലെ അടുത്ത ലക്ഷ്യം ലബനനാണോ ഹിസ്ബുള്ളയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. മേഖലയിൽ യുദ്ധം പുതിയ മേഖലയിലേക്ക്, പുതിയ തലങ്ങളിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ ഈ സമയം നോക്കിക്കാണേണ്ടത് എന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. പ്രമുഖർ, വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കും. വിദേശ രാഷ്ട്രീയ നിരീക്ഷകരായ PJ വിൻസെന്റും താജ് ആലുവയും ഈ ചർച്ചയിൽ ഉണ്ടാകും. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് BK സുഹൈലും പങ്കെടുക്കുന്നു. ആദ്യം സുഹൈലിലേക്ക്. സുഹൈൽ, ഇന്നിപ്പോൾ രാവിലെ നടന്ന വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് ഈ വോക്കി ടോക്കി പേജർ ആക്രമണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഹിസ്ബുള്ളക്കുണ്ടാക്കിയ, ലബനനുണ്ടാക്കിയ വലിയ തിരിച്ചടി. അതിൽ നിന്ന് കരകയറാൻ സമയം നൽകുന്നതിന് മുമ്പെയാണ് ഈ വ്യാപക തരത്തിലുള്ള വ്യോമാക്രമണം. അപ്പോൾ ഗസയെ എങ്ങനെയാണോ ടാർഗറ്റ് ചെയ്തത്, ഗസയെ എങ്ങനെയാണോ ഇപ്പോഴത്തെ നിലയിലേക്ക് എത്തിച്ചത്, ആ ഒരു സ്വഭാവത്തിലൂടെ തന്നെ ലബന്റെയും ഒപ്പം ഹിസ്ബുള്ളയുടെയും വിധി ആ രീതിയിലൂടെ തന്നെയാണ് എന്ന് കരുതേണ്ടതുണ്ടോ ഈ സമയം നമ്മൾ? ഇപ്പോൾ ഇസ്രായേൽ അവരുടെ കുന്തമുനകളെ രണ്ട് ഭാഗത്തേക്കും ഒരേപോലെ തിരിച്ചു വച്ചിരിക്കുകയാണ്, ഗസയിലേക്കും അതോടൊപ്പം തന്നെ ലബനാനിലേക്കും. കാരണം നേരത്തെ 2 ദിവസം മുമ്പ് ഒരു ഹൈടെക് ആക്രമണത്തിലൂടെ, പേജർ വാക്കി ടോക്കി ആക്രമണങ്ങളിലൂടെ അത് തുടങ്ങി വെച്ചു. കഴിഞ്ഞ ദിവസം അതെങ്ങനെയാണ് ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഹിസ്ബുള്ള അവരുടെ പ്രത്യേക സേന യോഗം ചേർന്നപ്പോഴാണ് അവർ വലിയൊരു ആക്രമണം ബെയ്റൂത്തിൽ നടത്തിയത്. റിദ്വാൻ ഫോഴ്സ് എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എലൈറ്റ് ഫോഴ്സിൻ്റെ മേധാവി കൂടിയായ ഇബ്രാഹിം ആക്കിലിനെ അവർ കൊലപ്പെടുത്തി. ആ യോഗം ചേരുന്ന ബിൽഡിങ്ങിനെ പൂർണ്ണമായും തകർത്തപ്പോഴാണ് 31 പേർ കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ ആക്രമണം നടക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ വാർത്തകൾ വരുന്നത് അതോടൊപ്പം തന്നെ ആകെ ലബനാനിലാകെ 30ഓളം ആക്രമണങ്ങൾ, വേറെയും ചെറുതും വലുതുമായ ആക്രമണങ്ങൾ അവർ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് അത് നടക്കുന്നു, മറുഭാഗത്ത് ഗസയിൽ 72 മണിക്കൂറിനിടെ 120-ലധികം ആളുകളെയാണ് കൊന്നൊടുക്കിയത്. ഇന്ന് ഗസ സിറ്റിയിലെ ഒരു സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഗസയിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറുന്നില്ല എന്നതുകൂടി നമ്മൾ ഓർക്കണം. ഒരേ സമയത്ത് ഗസയിലും അതേപോലെ തന്നെ ലബനാനിലും ഈ യുദ്ധമുന്നണി ഇങ്ങനെ കൊണ്ടുപോകാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. പക്ഷേ ലബനാനിലെ ഈ യുദ്ധത്തിലേക്ക്, ഹിസ്ബുള്ളയെ ഈ യുദ്ധത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ് കുറേ കാലമായി നെതന്യാഹുവിൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. കാരണം ഗസയിൽ ഒരു യുദ്ധം അങ്ങനെ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും നേടാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. അതോടൊപ്പം തന്നെ 60,000-നും 70,000-നും ഇടയിലുള്ള ആളുകൾ വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ആളുകളുണ്ട്. ആ ആളുകളെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനൊരു അന്ത്യമുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇസ്രായേലിൻ്റെ മുമ്പിൽ വരുമ്പോൾ യുദ്ധം അവസാനിക്കരുത് എന്നുള്ള ലക്ഷ്യമുള്ള നെതന്യാഹുവാണ് കുറച്ചുകൂടി ലബനാനിലേക്ക് ഈ യുദ്ധത്തെ വ്യാപിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ യുദ്ധത്തെ അതേപോലെ തന്നെ തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളക്ക് നിലവിൽ പദ്ധതിയില്ല എന്നുള്ളതാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതേ അർത്ഥത്തിൽ അവരുടെ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ളയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിൻ്റെയും ഒരു ധ്വനി അതായിരുന്നു: ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഗസ തന്നെയാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് അർഹിച്ചൊരു തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ യുദ്ധലക്ഷ്യം എന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിക്കുന്നു. ആ യുദ്ധലക്ഷ്യത്തിൽ നിന്ന് മാറ്റാനുള്ള കെണികളെ ഒരിക്കലും അതിൽ വീഴില്ല എന്നുള്ള ഒരു ദ്വയാർത്ഥം നൽകിക്കൊണ്ടാണ് ഹസൻ നസ്രുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അവസാനിപ്പിച്ചത്. അപ്പോൾ ഏതായിരുന്നാലും ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഹിസ്ബുള്ളയുടെയും അതേപോലെ തന്നെ ലബനാൻ്റെയും കൈകളിലില്ല. അതുകൊണ്ട് പക്ഷേ ഇസ്രായേൽ, നെതന്യാഹു, പ്രത്യേകിച്ചും നെതന്യാഹുവിൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധത്തെ ഓരോ ദിവസവും പുതിയ മേഖലകളിലേക്ക് കൊണ്ടുപോകാനും അദ്ദേഹത്തിൻ്റെതായ ഒരു യുദ്ധലക്ഷ്യങ്ങൾ നേടി എന്ന് വരുത്തി തീർക്കാനുള്ള ചില ഗിമ്മിക്കുകൾ അദ്ദേഹം കാണിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. ശരി, ശ്രീ PJ വിൻസെന്റ്, മേഖലയിൽ ഹമാസും ഗസയും കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റും തലവേദനയും ഹിസ്ബുള്ളയും ഒപ്പം ലബനനുമായി, ലബനൻ എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയില്ല, ഹിസ്ബുള്ളയായിരുന്നു. ഇപ്പോൾ ഗസയും ഹമാസും ഏറെക്കുറെ നെതന്യാഹു പ്ലാൻ ചെയ്തതനുസരിച്ച് വരുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലേക്ക് അവരെത്തുന്നുണ്ട്.
അപ്പോൾ ഇതൊരു ഒക്ടോബർ 7 ഒരു കാരണമായിരുന്നു. ആ ഒരു കാരണത്തിനപ്പുറത്തേക്ക് പ്രീ പ്ലാൻ ചെയ്തു വെച്ച ഒരു വിശാലമായ യുദ്ധ പ്ലാനിങ്, ഒരു വിശാലാർത്ഥത്തിലുള്ള ഒരു ടാർഗറ്റ് ഇസ്രായേലിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? ഒരേ സമയം ലബനനിലേക്ക് കൂടി യുദ്ധമുഖം തിരിക്കുമ്പോൾ ഇതിൻ്റെ അനന്തരഘട്ടം എന്താണ്? പശ്ചിമേഷ്യയിലാകെയുള്ള ഇതിൻ്റെ അനന്തരഘട്ടം എന്താണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, ഗ്രാൻഡ് ഡിസൈൻ സയനിസ്റ്റുകൾ ഒരുപക്ഷെ ഇസ്രായേലൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ 1897 മുതൽ തന്നെ അവരുടെ പക്കൽ ആ ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട്. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. പ്രോട്ടോകോൾസ് ഓഫ് ദി എൽഡേഴ്സ് ഓഫ് സയൻ എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ഡോക്യുമെൻസിൽ അതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ഇന്നത്തെ സിറിയയും ഇന്നത്തെ ഫലസ്തീനും ഇന്നത്തെ ലെബനനും എന്തിനേറെ മക്കയും മദീനയും അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഗ്രേറ്റർ ഇസ്രായേൽ, അത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ സയനിസ്റ്റുകൾ കുറക്കമില്ല. അത് അവരുടെ ഗ്രാൻഡ് ഡിസൈനാണ്. ഇനി ഗസയിലെ സംഭവം ഒക്ടോബർ 7 ശേഷം ആരംഭിച്ചിട്ടുള്ള യുദ്ധം, അന്ന് മുതൽ തന്നെ ഹെസ്ബുള്ള യുദ്ധമുഖത്തുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, നിലവിൽ നടന്നു വരുന്ന സംഘർഷത്തിൽ ഇസ്രായേലിന് ഏറ്റവും ശക്തമായ പ്രതിരോധം തീർത്തത് ഹെസ്ബുള്ളയാണ്. കാരണം സദേൺ ലെബനനിൽ നിന്ന് ഉത്തര ഇസ്രായേലിലെ സെറ്റിൽമെൻറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹെസ്ബുള്ള നടത്തിയിട്ടുള്ള റോക്കറ്റ് ആക്രമണവും തുടർച്ചയായ ആക്രമണങ്ങളുടെ ഫലമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60,000-ലധികം ആളുകൾ അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആണ്. അവർക്ക് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഇസ്രായേലിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നയാളാണ് നെതന്യാഹു. ഒന്നാമത്, ഗസയിൽ അവർക്ക് യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. അവർ പ്രഖ്യാപിച്ച 2 യുദ്ധലക്ഷ്യങ്ങൾ, ഒന്ന് ഹമാസിൻ്റെ സർവനാശവും മറ്റൊന്ന് ബന്ദികളുടെ മോചനവുമായിരുന്നു. ഇത് രണ്ടും സാധിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നീടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 60,000-ലധികം ആളുകൾ ഇപ്പോഴും ഡിസ്പ്ലേസ്ഡ് ആണ്, ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആണ്. അവർക്ക് അവരുടെ വീടുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവരെ അവരുടെ സെറ്റിൽമെൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ സദേൺ ലെബനൻ, അതായത് ഹിസ്ബുള്ളയുടെ സ്വാധീന മേഖലയായ ഷിയ മുസ്ലിമുകൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് തെക്കൻ ലെബനൻ. ഈ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചിട്ടാണ് ഷിയ മിലീഷിയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ പ്രവർത്തനം. അപ്പോൾ ഹിസ്ബുള്ളയുടെ അക്രമത്തിൻ്റെ നിഴലിലാണ് ആ പ്രദേശം മുഴുവൻ. അപ്പോൾ ആ പ്രദേശങ്ങൾ ഉത്തര ഇസ്രായേലിലെ അവരുടെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ആ കുടിയേറ്റ കേന്ദ്രങ്ങൾക്കും ലെബനനുമിടയ്ക്ക് വിശാലമായ ഒരു ബഫർ സോൺ സൃഷ്ടിക്കാതെ മറ്റ് മാർഗങ്ങളില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലെബനൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ കേന്ദ്രീകരിക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ 1ാം ഘട്ടം ഗസ കേന്ദ്രീകരിച്ചാണ് അവർ യുദ്ധം നടത്തിയത്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ അവർ വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. കാരണം വെസ്റ്റ് ബാങ്കിലുള്ള മുഹമ്മദ് അബ്ബാസിൻ്റെ ഫലസ്തീനിയൻ അതോറിറ്റി ഒരു പ്രോ ഇസ്രായേലി നിലപാടെടുക്കുന്ന സമീപനമാണ്. കാര്യം ഗസയിൽ നടക്കുന്ന വംശഹത്യയൊക്കെ മുഹമ്മദ് അബ്ബാസ് ശക്തമായി അപലപിച്ചുവെങ്കിലും ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധമോ അദ്ദേഹത്തിൻ്റെയോ ഫത്താ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം ഈ വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ജനിൻ ബ്രിഗേഡ് എന്ന് പറയുന്ന സംഘം, അവർ ഈ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പോരാട്ട ദളമാണ്. അപ്പോൾ ഈ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനെ കേന്ദ്രീകരിച്ച് അവർ വെസ്റ്റ് ബാങ്കിലേക്ക് നിരന്തരമായ ആക്രമണം നടത്തി. അതായിരുന്നു അതിൻ്റെ 2ാം ഘട്ടം. അതിൻ്റെ 3ാം ഘട്ടത്തിലാണ് ഇപ്പോൾ ലെബനനിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. ലെബനൻ എന്ന അർത്ഥത്തിൽ നമ്മളിതുവരെ കാണേണ്ടതില്ല, ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അക്രമത്തിലേക്ക് അവർ തിരിഞ്ഞിട്ടുള്ളത്. ഇത് ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷമായി അത് മുന്നോട്ട് പോകും. ഒരുപക്ഷെ ഈ ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ, പുറത്തേക്കെങ്ങും പോകാൻ നിവൃത്തിയില്ലാതെ ടാവട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗസയിലുള്ള ഹമാസ് പോരാളികളും. കാരണം അത്തരത്തിലുള്ള ഒരവസ്ഥയല്ല ഹിസ്ബുള്ളയ്ക്കുള്ളത്. ഹിസ്ബുള്ള യഥാർത്ഥത്തിൽ ലെബനൻ എന്ന രാജ്യത്തിലെ സ്റ്റേറ്റ് വിതിൻ എ സ്റ്റേറ്റ് എന്നാണ്. അവർ സ്വന്തമായൊരു രാജ്യം തന്നെയാണ്. അവർ 1,00,000-ഓളം പോരാളികളുണ്ട്. അതിൽ 30,000-ഓളം പോരാളികൾക്ക് മിലിറ്ററി ഗ്രേഡിലുള്ള ട്രെയിനിങ് കിട്ടിയവരാണ്. അപ്പം അങ്ങനെ സുശക്തമായ ഒരു സൈന്യമാണ് ഈ ലെബനനിലെ ഹെസ്ബുള്ള എന്ന് പറയും. മാത്രവുമല്ല, അവർക്ക് സിറിയയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. സിറിയയിലെ ഷിയായിറ്റ് റഷ്യയുമായിട്ട് ബന്ധമുണ്ട്. അവിടെ നേരിട്ട് ഇറാനുമായിട്ട് ബന്ധമുണ്ട്. ഈ രാജ്യങ്ങളിലേക്കൊക്കെ അവർക്ക് മൂവ് ചെയ്യാൻ പ്രയാസമില്ല. അതെല്ലാം സൗഹൃദ രാഷ്ട്രങ്ങളാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഹിസ്ബുള്ള ഒരു തുറവിയുണ്ട് അവർക്ക്.
അവർക്ക് പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ ലിബിയ എന്ന് പറഞ്ഞ രാജ്യത്തെ തന്നെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു സംഘമാണ് ഹിസ്ബുള്ള. അപ്പോൾ ലിബിയയുടെ സോഴ്സസ് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. തൊട്ടടുത്ത രാജ്യമായ സിറിയയിലേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇറാനുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്, ഇറാനിലേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് ഹമാസിനെ അപേക്ഷിച്ച് വലിയ സാധ്യതകൾ ഹിസ്ബുള്ളയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷത്തിൽ വളരെ ശ്രദ്ധാപൂർവമാണ് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് നിരന്തരമായ ഒരു ഭാഗത്തു നിന്ന് ഹിസ്ബുള്ളയും മറുഭാഗത്തു നിന്ന് ഹൂത്തികളും ടെയും പിന്തുണ ഹമാസിന് കിട്ടുന്ന കാലത്തോളം ഇസ്രായേലിന് അവരുടെ യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഒക്കെ നിർവീര്യമാക്കണമെങ്കിൽ ആത്യന്തികമായി അവർക്ക് ഇറാനെ തകർക്കണം. അപ്പോൾ ആ ഒരു യുദ്ധലക്ഷ്യത്തിലേക്ക് എങ്ങനെ നീങ്ങാൻ സാധിക്കും എന്നതിൻ്റെ പദ്ധതികളാണ് സയനിസ്റ്റ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ലെബനനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ. തീർച്ചയായും ഒക്ടോബർ 7 മുതൽ സുഹൈലിലേക്കാണ് ഞാൻ വരുന്നത്. ഒക്ടോബർ 7 മുതൽ ഈ യുദ്ധം, ഏറ്റവും പുതിയ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള ചെറുത്തുനിൽപ്പിനേക്കാൾ ഉപരി വലിയ ഒരു ആക്രമണം, ഒരു തിരിച്ചടി, ഒരു തലവേദന ഇസ്രായേലിനുണ്ടായത് സ്വാഭാവികമായി ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഹിസ്ബുള്ള ഒപ്പം ഹൂത്തികൾ, ഈ രണ്ട് സായുധ സംഘങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള ബാക്കപ്പ്, പിന്തുണ നൽകുന്നത് ഇറാനാണ് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ ആരോപിക്കുന്നുമുണ്ട്. അപ്പോൾ പുതിയ ഒരു പശ്ചാത്തലത്തിൽ ചിലൊരു ഇപ്പോഴുണ്ടാകുന്ന ആക്രമണങ്ങൾക്കൊരു തിരിച്ചടി നൽകുന്നു, ഒരു സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു തിരിച്ചടിക്കപ്പുറത്ത് ഇസ്രായേൽ ഒരു ടാർഗറ്റ് ചെയ്തുള്ള ഒരു വലിയ ആക്രമണത്തിനും യുദ്ധത്തിനും ഒരുങ്ങുന്നു ലെബനന് നേരെ എന്ന് പ്രതീതിയുള്ള ഈ സമയം ഇറാൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ് സുഹൈൽ? ഇറാൻ്റെ ഏറ്റവും പുതിയ പ്രതികരണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള, ലെബനാനിൽ ഉണ്ടായിട്ടുള്ള പേജർ വാക്കി ടോക്കി ആക്രമണങ്ങൾ, അതിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങൾ, ഇതെല്ലാം ഭീകരപ്രവർത്തനമാണ്. ഇത് സയൻസത്തിൻ്റെ ക്രൂരമായ പ്രവർത്തനമാണ്. അതിനർഹിച്ച തിരിച്ചടി ഉണ്ടാവണം എന്ന് ഇറാൻ പറയുന്നുവെങ്കിലും ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആഹ്വാനവും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത്, ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്മായിൽ ഹനിയയുടെ വധം അത് ഇറാനിൽ സംഭവിച്ചു. അതേപോലെ തന്നെ പേജർ ആക്രമണം, ഈ രണ്ട് ആക്രമണങ്ങളിൽ നിന്നും ഹിസ്ബുള്ളയും അതേപോലെ തന്നെ ഇറാനും പഠിച്ചിട്ടുള്ള ചില പാഠങ്ങളുണ്ട്. പുതിയ യുദ്ധ മേഖല എന്ന് പറയുന്നത് സാമ്പ്രദായികമായിട്ടുള്ള യുദ്ധ മേഖലകളേക്കാൾ കൂടുതൽ ഹൈടെക് ആവുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അതായത് സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകളെ ചാരന്മാരാക്കി പ്രവർത്തിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് സയനിസ്റ്റ് സൈന്യം തങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കയറുന്നത് എന്ന് കൃത്യമായി തന്നെ ഇറാനും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹസൻ നസ്രുള്ളയും കഴിഞ്ഞ പ്രഖ്യാപനത്തിലെല്ലാം അക്കാര്യം തുറന്ന് തന്നെ സമ്മതിക്കുന്നുമുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം നോക്കുക, ഇനി നേരിട്ട് ഹിസ്ബുള്ളക്ക് ഇറാനുമായി വലിയൊരു യുദ്ധത്തിലേക്ക് പോകണം എന്ന് വിചാരിക്കുക. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഈ ലബനാനിലെയും അതേപോലെ ഹിസ്ബുള്ളയുടെയും ആയുധശേഷിയോടൊപ്പം തന്നെ സാമ്പത്തിക ശേഷി ഏറ്റവും കൂടുതൽ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ഒക്ടോബർ സംഭവവും അതിനുശേഷം ഗസ യുദ്ധവും എല്ലാം ഉണ്ടാകുന്നത്. ഈ അടുത്ത് കണ്ടൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ലബനാനിലെ ആരോഗ്യ മേഖലയിൽ നിന്നും 30% ആളുകൾ, ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ ഈ പണി ഒഴിവാക്കി മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യ മേഖല പോലും ഏറ്റവും കൂടുതൽ വീക്കായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ്. ഈ പേജർ ആക്രമണം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് 2000 അല്ലെങ്കിൽ 3000 ആളുകൾ ഒരുമിച്ച് വിവിധ ആശുപത്രികളിലേക്ക് എത്തിയപ്പോൾ അതിന് താങ്ങാനുള്ള ശേഷി പോലും ആ ഹോസ്പിറ്റലുകൾക്കുണ്ടായിരുന്നില്ല. കണ്ണ് നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ മുഖം വികൃതമായിട്ടുള്ള ആളുകൾ, അവരെയൊന്നും ആ രൂപത്തിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ശുശ്രൂഷ നൽകാനുള്ള സംവിധാനങ്ങൾ പോലും ആ ഹോസ്പിറ്റലുകൾക്കില്ല. അത്തരമൊരു സന്ദർഭത്തിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ളത് ലബനാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അതിർത്തിയിൽ പരമാവധി പ്രതിസന്ധികൾ ഉണ്ടാക്കുക, അവരെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുക, അവരെ അസ്വസ്ഥമാക്കുക, അങ്ങനെ ഗസ യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഹിസ്ബുള്ള ഈ ഒരു ഒക്ടോബർ 7 ശേഷമുള്ള ആക്രമണങ്ങളിലൂടെ വിചാരിച്ചിട്ടുള്ളത്. വലിയൊരു ആക്രമണങ്ങളിലേക്ക് പോകാൻ ഹിസ്ബുള്ളക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇറാനും വളരെ കരുതി കൂട്ടിക്കൊണ്ട് മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടുന്നുള്ളൂ. നമുക്കറിയാം, സാധാരണ രീതിയിലാണെങ്കിൽ ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള വലിയൊരു തിരിച്ചടി നൽകണം എന്നുള്ളത് തന്നെയായിരുന്നു ഇറാനിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇറാനിയൻ നേതൃത്വം വളരെ അവധാനതയോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കരുതി കൂട്ടി എന്താണോ ഇസ്രായേലും അതേപോലെ തന്നെ മൊസാദും പ്ലാൻ ചെയ്യുന്നത് അതിന് അനുസൃതമായി തന്നെ വളരെ കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങളാണ് വേണ്ടത് എന്ന നിലപാടെടുത്തു. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും. തീർച്ചയായും കരുതലോടുകൂടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. വിദേശകാര്യ വിദഗ്ധൻ താജ് ആലുവ കൂടി അവനോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. ശ്രീ താജ് ആലുവ, നേരത്തെ PJ വിൻസെന്റ് മാഷ് സൂചിപ്പിച്ചതുപോലെ
പശ്ചിമേഷ്യ മൊത്തത്തിൽ ഇസ്രായേലിൻ്റെ കൺട്രോളിൽ വരുന്ന രീതിയിലുള്ള ഒരു വൈഡർ വാർ ഡിസൈൻ നേരത്തെ തന്നെ സയനിസ്റ്റുകളുടെ പ്രഖ്യാപിത ടാർഗറ്റാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും പുതിയ യുദ്ധം ആരംഭിച്ചപ്പോൾ ഹമാസും ഗസയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ഗസയെ ഒരു ചെറുത്തുനിൽപ്പ് പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ തകർത്തു കളയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുക എന്നുള്ള ടാർഗറ്റിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുന്നത് ഹിസ്ബുള്ളക്കെതിരെയാണ്, ലെബനനിലേക്കാണ്. അങ്ങനെ ഒരു ടാർഗറ്റ് നേരത്തെ തന്നെ ഇസ്രായേലിനുണ്ടായിരുന്നോ? അതല്ല ഇപ്പോൾ ഒരു ചെറുത്തുനിൽപ്പ് അവിടെ നിന്ന് ഒരു ആക്രമണം നേരിടുന്ന മുറയ്ക്ക് ഒരു ഇൻസ്റ്റന്റ് മറുപടി കൊടുക്കുക എന്ന രീതിയിൽ കണ്ടാൽ മതിയോ? അതല്ല ഹിസ്ബുള്ളയുടെയും ലെബനന്റെയും കാര്യത്തിൽ ഏറ്റവും ഒടുവിലായെങ്കിലും ഒരു വൈഡർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ടോ ഇസ്രായേലിന്? ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ തൊട്ടുടനെ തന്നെ ഹിസ്ബുള്ള ഈ യുദ്ധത്തിലേക്ക് അവരുടേതായ ഒരു എടുത്തുചാട്ടം നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ഗസയിലെ യുദ്ധം രൂക്ഷമായ ഒരു ഘട്ടത്തിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം വടക്കൻ ഇസ്രായേലിൽ അതിശക്തമായ ആക്രമണം അവർ അഴിച്ചുവിടുന്നത്. ഏതാണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2 ലക്ഷത്തിലധികം മിസൈലുകൾ അവർ വടക്കൻ ഇസ്രായേലിലേക്ക് വിട്ടുകഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഏതാണ്ട് 60,000-ഓളം ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി. അപ്പോ ഇത് നിരന്തരം തുടർന്നുകൊണ്ടേ പോരുകയാണ് ഹിസ്ബുള്ള. എന്ന് മാത്രമല്ല അവർ പറയുന്നത് ഞങ്ങൾ ഈ മിസൈൽ ആക്രമണം നിർത്തണമെങ്കിൽ ഒറ്റ ഒരു കണ്ടീഷനേ ഉള്ളൂ, അത് ഗസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കുക എന്നത് നമുക്കറിയാവുന്ന കാരണങ്ങൾ കൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത്. കാരണം അവരുടെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടിയിട്ടില്ല. നമ്മളിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോ ഹിസ്ബുള്ളയെ നിലക്ക് നിർത്തണമെങ്കിൽ അവർക്ക് അതിശക്തമായ തിരിച്ചടികൾ കൊടുക്കണം. അതിൽ ഏറ്റവും പ്രധാനം അവരുടെ കമാൻഡർമാരെ, പ്രത്യേകിച്ച് ഏറ്റവും ടോപ്പ് നേതൃത്വത്തെ, മിലിറ്ററി കമാൻഡർമാരെയും അതുപോലെ തന്നെ അവരിലുള്ള സിവിലിയൻ, പ്രത്യേകിച്ച് ഹസൻ നസ്രുള്ള അടക്കമുള്ള നേതാക്കളെ ടാർഗറ്റഡ് അസാസിനേഷൻ നടത്തി അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതലുള്ള ടാർഗറ്റാണ്. നമുക്കറിയാം, മൾട്ടി ഫ്രണ്ട് ആയിട്ട് വ്യത്യസ്ത തലങ്ങളിലായിട്ട് തന്നെ ഇസ്രായേൽ ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു പ്ലാൻ, ഹിസ്ബുള്ളക്കെതിരെയുള്ള പ്ലാൻ നേരത്തെ തന്നെ ഇസ്രായേലിനുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കൂ, ഇപ്പൊ ഈ പേജറും അതുപോലെ വാക്കി ടോക്കിയും അത്തരം ഈവൻ സോളാർ പാനലുകളിൽ വരെ ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിച്ചത് വളരെ നേരത്തെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തിയത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു ബോഗസ് കമ്പനി ഉണ്ടാക്കുന്നു, ആ കമ്പനിയെ കൊണ്ട് ഇത്തരം എക്യുപ്മെന്റുകൾ വാങ്ങിക്കുന്നു, അത് ഹിസ്ബുള്ളയുടെ അകത്തുള്ള ആളുകളെ കൊണ്ട് അവരെ സ്വാധീനിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റുകൾ വാങ്ങിപ്പിക്കുന്നു. അങ്ങനെ ഒരു അതിവിശാലമായ ഒരു പ്ലാനാണ് വാസ്തവത്തിൽ അത് നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ അകത്ത് ഏറ്റവും അവരുടെ വളരെ ക്ലോസ് സർക്കിളിൽ വരെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സാന്നിധ്യം, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ പ്ലാൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും നമുക്ക് പ്രകടമായി തോന്നുന്ന ഒരു സംഗതി. ഇപ്പൊ നോക്കൂ, ഈ 2 പ്രധാനപ്പെട്ട കമാൻഡർമാരെ വധിച്ചത്, ഒന്ന് അദ്ദേഹം ഇബ്രാഹിം അക്കീലിനെ വധിക്കുമ്പോൾ ആദ്യമായിട്ടാണ് അത്തരമൊരു ടണൽ ഈ മീറ്റിങ്ങിന് വേണ്ടി ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്. അവിടെ റദ്വാൻ മിലിറ്ററി കമാൻഡിൽപ്പെട്ട ഇബ്രാഹിം അക്കീലിനെ വധിക്കുമ്പോൾ ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു ടണൽ പോലും ഇസ്രായേലിന് കണ്ടെത്താനും ടാർഗറ്റഡ് ആയിട്ട് ആക്രമിക്കാനും സാധിക്കുന്നു. രണ്ടാമത്തെ ആളെ കൊല്ലുമ്പോഴും രണ്ടാമത്തെ കമാൻഡറെ വധിക്കുമ്പോഴും ഇതേപോലെ അതിശക്തമായ അതിസൂക്ഷ്മമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഇസ്രായേലിന് ലഭിക്കുന്നു. ഇതിന്റെ അർത്ഥം വളരെ നേരത്തെ തന്നെ ഇത്തരം സംഗതികൾ പ്ലാൻ ചെയ്ത് മൊസാദിന്റെ ആസൂത്രണത്തിൽ നടത്തി വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു അന്തിമമായ ഫലം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാണുന്നത് പോലെ യുദ്ധം വ്യാപിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഗസയിൽ ഇതിന്റെ മറവിൽ ഈ ലബനാനിലേക്ക് ലോക ശ്രദ്ധ ചെയ്യുന്നതിലൂടെ ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായിട്ടുള്ള അത്തരം വംശഹത്യ പരിപൂർണമായും ഫലസ്തീനികളെ കൊന്നൊടുക്കുക. കാരണം 2 ലക്ഷ്യമാണ് വാസ്തവത്തിൽ ഫലസ്തീനികളെ സംബന്ധിച്ച് ഗസയിൽ ഇസ്രായേലിനുള്ളത്. ഒന്നുകിൽ അവരെ നാട് കടത്താൻ ഈജിപ്തിലേക്ക്, പക്ഷേ ഈജിപ്തിലേക്ക് നാട് കടത്താൻ ഈജിപ്ത് സമ്മതിക്കാത്തത് കൊണ്ട് പിന്നെ ഉള്ള പദ്ധതി എന്ന് പറയുന്നത് വംശഹത്യയാണ്, അതിക്രൂരമായ വംശഹത്യ, എല്ലാവരെയും കൊന്നൊടുക്കുക എന്ന ഒരൊറ്റ പ്ലാനിലാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ഉള്ളത്. ആ ഒരു പ്ലാൻ നടപ്പാക്കണമെങ്കിൽ ലബനാനിലെ യുദ്ധമുഖം വികസിക്കേണ്ടതുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, അമേരിക്ക പ്രത്യേകിച്ച് അമേരിക്കൻ ഭരണകൂടം അവരുടെ
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിസി ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ, അവർ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഇത് നടത്തുമ്പോൾ അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ, ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കക്ക് സാധിക്കില്ല. പിന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐക്യരാഷ്ട്രസഭയൊക്കെ ഇത്തരം അപലപിക്കുകയല്ലാതെ ഇപ്പൊ നോക്കൂ, വാസ്തവത്തിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു സംഘമാണ് നടത്തിയിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഭീകരാക്രമണമായി ലോകം വിശേഷിപ്പിക്കുകയും ആ ഭീകരതയ്ക്കെതിരെ ലോകം മുഴുവൻ ഒന്നിക്കുകയും ലോക നേതാക്കൾ ഒന്നടങ്കം പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇസ്രായേല് ലബനാനിൽ നടത്തിയത്. അവിടുത്തെ മുഴുവൻ, അതായത് ഹിസ്ബുള്ള കമാൻഡർമാർ മാത്രമല്ല, ഹിസ്ബുള്ളയുടെ അണികൾ മാത്രമല്ല, സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും സോളാർ പാനലുകൾ അടക്കം വ്യക്തമാണ്. ആ രീതിയിൽ ലബനനിലേക്കുള്ള യുദ്ധമുഖം വികസിക്കുമ്പോൾ ഹിസ്ബുള്ളക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നതുകൂടിയാണ് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുള്ളത്. മറ്റൊരു ഗസയാവുകയാണോ ലബനൻ എന്നുള്ള വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ പി ജെ വിൻസെന്റ്, നമ്മൾ ഈ പേജർ വോക്കി ടോക്കി ആക്രമണം പരിശോധിക്കുമ്പോൾ അതിന് പിന്നിലുള്ള പ്ലാനിങ്ങുകളൊക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നീണ്ട കാലമെടുത്ത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അത്തരമൊരു അറ്റാക്കിലേക്ക് ഇസ്രായേൽ എത്തിയത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആവനാഴിയിലുള്ള എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ഒരുങ്ങുമ്പോൾ ഏറ്റവും ഇറാനാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഒരു 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 ദുർബലമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ. ഹിസ്ബുള്ളക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ല, ഹിസ്ബുള്ള ഇപ്പോൾ തുടർന്ന് വരുന്ന രീതിയിലുള്ള പരമ്പരാഗതമായ ആക്രമണം അത് നിരന്തരമായി നോർത്തേൺ ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിന് നിരന്തരമായ തലവേദനയാണ്. ഇപ്പോൾ പേജർ ആക്രമണം പോലെയുള്ളതൊക്കെ വളരെ വലിയ ഒരു സൊഫിസ്റ്റിക്കേഷനും അതില്ല. ഒന്നുകിൽ പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ സപ്ലൈ ചെയിനിൽ, അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രോക്സി കമ്പനികൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് ഗോൾഡൻ അപ്പോളോ, BAC, പിന്നെ നോർട്ടൺ ഗ്ലോബൽ എന്നൊക്കെ പറയുന്ന കമ്പനികൾ മുഖേന അവിടെ എത്തിച്ചു. അതെല്ലാം അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അതൊക്കെ സാധ്യമായ കാര്യമാണ്. അതിൽ വലിയ ഒരു സൊഫിസ്റ്റിക്കേഷൻ ഇല്ല. കാരണം ഈ പേജറുകൾ നിർമ്മിച്ച സമയത്ത് അതിൽ 20 ഗ്രാം സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുവാനും അത് കൃത്യസമയത്ത് എക്സ്പ്ലോഡ് ചെയ്യാനും പറ്റുന്ന ഒരു ടെക്നോളജി, അതൊക്കെ ഇപ്പം നിലവിലുള്ള സാങ്കേതികവിദ്യ തന്നെയാണ്. ഇസ്രായേലിനത് ഫലപ്രദമായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നതേ ഉള്ളൂ. അതേസമയം ഈ പരമ്പരാഗതമായ യുദ്ധത്തിൻ്റെ രീതികൾക്ക് ഇപ്പോഴും വലിയ പ്രസക്തിയുണ്ട്. ഈ മനുഷ്യൻ്റെ ഒരു സാന്നിധ്യം, മനുഷ്യൻ്റെ ബുദ്ധി, അവൻ്റെ തന്ത്രം, അതിനെല്ലാം ഇപ്പോഴും പ്രസക്തമാണ്. ഇപ്പം നമ്മൾ ഗസയിൽ നോക്കിയാൽ പോലും അവിടെ ഖാൻ യൂനിസ് എന്ന് പറയുന്ന നഗരത്തിലാണ് യഥാർത്ഥത്തിൽ ഹമാസ് പോരാളികളും അതുപോലെ ഇസ്രായേൽ സൈന്യം IDF തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയത്. വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായി. ഇസ്രായേലിന് ആ യുദ്ധത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന യുദ്ധവിജയമാണല്ലോ 1967 6 ഡേ വോർ. ഈ 6 ഡേ വോറിലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ അഡ്വാൻസ്മെൻറ്റിനെ ഗറില്ല ടാക്ടിക്സിലൂടെ പിടിച്ചു നിർത്തിയത് യാസർ അറഫാത്തിൻ്റെ ഗറില്ല സംഘമാണ്. അങ്ങനെയാണ് യാസർ അറഫാത്ത് ഈ ഫലസ്തീൻ ലിബറേഷൻ ആർമിയുടെയും PLOയുടെയും ഒക്കെ നേതൃത്വത്തിലേക്ക് വരാൻ പോലും കാരണം അതാണ്. അപ്പോൾ ഈ ഹ്യൂമൻ ഫാക്ടറിന് വലിയ പങ്കുണ്ട്. വ്യോമ തലത്തിലുള്ള ഇസ്രായേലിലെ സുപ്പീരിയോറിറ്റി, അതുപോലെ അവരുടെ ടെക്നോളജിയുടെ മേഖലയിലുള്ള വലിയ സ്വാധീനം, ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ തീർച്ചയായും തടവുകൾക്ക് മുന്നിൽ ഹിസ്ബുള്ളക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. അവസാനമായി ശ്രീ താജ് ആലുവ, ഇതിനകത്ത് ഹമാസിനെതിരെ, ഗസക്കെതിരെയുള്ള യുദ്ധമുഖം തുറന്നപ്പോൾ അതിനകത്ത് എക്സ്റ്റേണൽ മറ്റു രാജ്യങ്ങളുടെ ഇടപെടലുകളും UN പോലെയുള്ള സംഘടനകളുടെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ യുദ്ധമുഖം വികസിക്കുമ്പോൾ ആ ഒരു ഇടപെടലുകളുടെ കാര്യത്തിൽ കൂടി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങ്? അതിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് വാസ്തവത്തിൽ ഇത്തരം ഒരു ലബനാനിൽ ഇത്തരം വിശാലമായ ഒരു ആക്രമണം നടത്താനുള്ള ഒരു പ്രചോദനം തന്നെ അമേരിക്കൻ പ്രഷർ ഏറ്റവും കുറഞ്ഞ ഒരു സന്ദർഭമാണ് ഇത് എന്നുള്ളതാണ്. കാരണം അവര് പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നല്ല എൻഗേജ്ഡ് ആണ്. പിന്നെ ട്രംപ് ആകട്ടെ, കമല ഹാരിസ് ആകട്ടെ, ഒക്കെ തന്നെ വളരെ ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിനെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക എന്ന ഒരൊറ്റ ഒരു പോളിസിയിൽ മാത്രമാണ് അവിടുത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ അജണ്ട പോലും ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒറ്റ വിഷയത്തിലാണ്. മാത്രമല്ല, ഇപ്പോ ഈ ലബനാനിലെ ആക്രമണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ ആന്റണി ബ്ലിങ്കനും അതുപോലെ തന്നെ പിന്നെ US-ന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവും അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കാരണം ഹിസ്ബുള്ളയാണ്, ഹിസ്ബുള്ള ആക്രമണം നിർത്തണം എന്നത് മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഇസ്രായേലിനെതിരെ എന്തെങ്കിലും സംസാരിക്കാനോ അവർക്ക് മേലെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തി ഈ പ്രശ്നത്തിലോ ലബനാനുമായിട്ടുള്ള വിഷയത്തിലോ അല്ലെങ്കിൽ നേരത്തെ തന്നെയുള്ള ഹമാസിന്റെയോ ഗസ യുദ്ധത്തിന്റെ വിഷയത്തിലോ ഒന്നും തന്നെ ഒരർത്ഥത്തിലും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നടപടികളിലൊന്നും ഒരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഐക്യരാഷ്ട്രസഭയിൽ ഒരു
പ്രമേയത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു എന്നാണ് ഇപ്പോഴും ബ്ലിങ്കൻ പറയുന്നത്. പ്രമേയങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. ഏത് തരത്തിലുള്ള പ്രമേയവും അമേരിക്ക ഉദ്ദേശിച്ച് അവർ തന്നെ പാസാക്കിയ പ്രമേയം പോലും നടപ്പാക്കപ്പെടാതെ കിടക്കുന്നു, അതിനെ പോലും മാനിക്കാതെ കിടക്കുന്നു. അതോടൊപ്പം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും അവിടെയുള്ള കേസിൽ തന്നെ ഇസ്രായേൽ അതിന് പലതരത്തിലുള്ള ഉടക്കുകൾ വെച്ചുകൊണ്ട് അതിനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുന്നു. മറ്റൊരു രാജ്യവും ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് അറബ് മേഖലയിലെ രാജ്യങ്ങളാകട്ടെ, ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നെ ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങളെയോ അല്ലെങ്കിൽ ഗസയിലെ തങ്ങളുടെ സഹോദരങ്ങളെയോ ഒക്കെ സഹായിക്കാനായിട്ട് ആ ഒരു വളരെ കൃത്യമായ ഒരു ക്രിയാത്മകമായ ഒരു സ്റ്റെപ്പുമായിട്ട് മുന്നോട്ട് വരുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പൊ അതിനർത്ഥം ഇവിടെ ഇസ്രായേൽ തീരുമാനിക്കുന്ന ഈ പറഞ്ഞ രൂപത്തിൽ അവർക്ക് അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ യുദ്ധം നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ലൈസൻസ് അന്താരാഷ്ട്ര സമൂഹം കൊടുത്തതുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനേക ഒരു ദിശ മാറ്റാൻ സാധിക്കുക ഇത്തരത്തിലുള്ള പ്രതിരോധ ശ്രമങ്ങൾക്ക് മാത്രമാണ്. ഇപ്പോ ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണം ടെല്ലവീവിന്റെ പരിസരത്ത് എത്തിയത് വാസ്തവത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അതായത് സാധാരണഗതിയിൽ ഇത്തരം ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു മേൽക്കൈ ഉണ്ടാവുക, തിരിച്ചടിക്കൊരു മേൽക്കൈ ഉണ്ടാവുക ഇസ്രായേലിനാണ്. പക്ഷെ ഇവിടെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ആക്രമണങ്ങൾ ലബനാനിൽ ഇസ്രായേൽ നടത്തുന്നുണ്ട്, പേജർ ആക്രമണം സംഘടിപ്പിച്ചു, ഇതൊക്കെ ചെയ്തു. പക്ഷേ ഒരർത്ഥത്തിലും ഈ ശത്രുവിനെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ ശത്രുവിനെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന്, നിരന്തരമായ ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഇസ്രായേലിന് സാധിക്കുന്നില്ല. അത് ഗസയിലാകട്ടെ, ലബനാനുമായിട്ടുള്ള അതിർത്തിയിലാകട്ടെ, ഹൂത്തികളുടെ വിഷയത്തിലാകട്ടെ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ തിരിച്ചടിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ഇറാന്റെ തിരിച്ചടിയുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരുടെ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അത് മുഖേന തന്നെയാണ് ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും അതുപോലെ തന്നെ ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണത്തിന്റെ ഒരു പദ്ധതി മാത്രമാണ്. വ്യക്തമാണ് ശ്രീ താജ് ആലുവ. സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും ഹമാസിനൊപ്പം ഹിസ്ബുള്ള അടക്കമുള്ള മറ്റു തലവേദനകൾ കൂടി തീർക്കാൻ ഈ സമയം വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നതിനിടെയും ഇത്തരം തലവേദനകൾ കൂടി തീർക്കാൻ ഇസ്രായേൽ വലിയ യുദ്ധമുഖം തുറന്നിറങ്ങുന്നത് അവർക്ക് എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് ലോകരാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തതും. നന്ദി ശ്രീ പി ജെ വിൻസെൻ്റ്, ഒപ്പം ശ്രീ താജ് ആലുവ, ബി കെ സുഹൈൽ പ്രതികരിച്ചത്.